ഒറ്റപ്പെടലിന്റെ വേദന ശരിക്കറിഞ്ഞവളാണ് ഞാൻ. സംഭവം എന്താന്ന് വെച്ചാല് ഒരു 2.5-3 കൊല്ലം മുന്നെയാണ് കഥ നടക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഞാൻ കാനഡയിലേക്ക് ഒറ്റയ്ക്കാണ് വന്നത്. അപ്പൊ ആ വന്ന ടൈമിൽ നമുക്ക് ലൈസൻസ് എടുക്കണമല്ലോ എന്തായാലും. അപ്പൊ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്കൊക്കെ ചെയ്ത് അന്ന് രാവിലെ റിപ്പോർട്ടിംഗ് സ്പോട്ടിൽ കറക്റ്റ് ടൈമിനെത്തി. എത്തിയ ടൈമില് നമ്മള് വെറുതെ ഓടി വേഗം കറക്റ്റ് സമയത്ത് തന്നെ എത്താ, വൈകൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് ഓടിയതാണ്. ഓടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നമ്മളെ വണ്ടർലാൻഡിലൊക്കെ ഈ വാട്ടർ റൈഡുകളില്ലേ, ഇങ്ങനെ മാറ്റൊക്കെ ഇട്ടിട്ട് അതിലൂടെ ഇങ്ങനെ വരുന്ന സ്പ്ലാഷ് പോലെ, ആ സംഭവത്തില് പോയ അവർക്കറിയാം. അതേപോലെ ഞാൻ റോഡിൽ അങ്ങോട്ട് നിരങ്ങി ഗൈസ്. നിരങ്ങിയത് മാത്രമല്ല, എൻ്റെ ജീൻസായിരുന്നു ഞാൻ ഇട്ടത്. അത് കീറിയിട്ടൊരു ഓട്ടയായി. എന്നിട്ട് മുട്ട് പൊട്ടി ചോരയൊക്കെ വരിക. എന്നിട്ട് എങ്ങനെയൊക്കെയോ ലൈസൻസ് ഒക്കെ കിട്ടി. ഇത് ഈ വീണ ടൈമിൽ അവിടെ 2-3 ആൾക്കാരുണ്ടായിരുന്നു. ഒരു എക്സ്പ്രഷൻ ചേഞ്ചും ഇല്ലായിരുന്നു. ഒരാൾ പോലും ഹെൽപ്പിന് ചോദിച്ചിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ചത്താൽ പോലും ഒരാളും തിരിഞ്ഞു നോക്കൂല ഈ നാട്ടിൽ എന്നുള്ളത്. പിന്നെ ഞാൻ ഈ ലൈസൻസ് കിട്ടിയ സന്തോഷത്തിലൊക്കെ വേദനയ്ക്കായി, എന്നാൽ ലൈസൻസ് കിട്ടിയല്ലോ എന്നുള്ളതിൽ വീട്ടിൽ വിളിച്ചു നോക്കി. ഇവിടെ പിന്നെ ടൈം ഡിഫറൻസ് ഒരു 9:30-10 മണിക്കൂറുണ്ട് തോന്നുന്നു, കാനഡ ഇന്ത്യ ടൈം ഡിഫറൻസ് ആ ടൈമിൽ. അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യനും ഫോൺ എടുത്തിട്ടുമില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെച്ചാൽ അന്ന് ബഹ്റൈനിലായിരുന്നു. മൂപ്പരെ വിളിച്ചപ്പോണ്ട് മൂപ്പരും എടുത്തില്ല, മൂപ്പര് ഉറങ്ങായിരുന്നു. അപ്പൊ പിന്നെ വേദന മാത്രം മിച്ചം. ഈ കിട്ടിയ സന്തോഷം ഒന്നും ഒരാളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരുത്തനില്ല. വേദനിച്ചു എന്ന് പറയാനാണെങ്കിൽ ആരില്ല. ഇനി കണ്ടു തന്നവരാണെങ്കിലും ഓക്കെ എന്താണെന്ന് അറിയില്ല, തിരിഞ്ഞു നോക്കിയില്ല. അപ്പം ഒറ്റപ്പെടലിന്റെ ശരിക്കുള്ള വേദന അന്ന് ഞാൻ അറിഞ്ഞു.